എന്നെ ഈ അടുത്ത് കാണിക്കാമെന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രശ്നമാണ് ഇന്നത്തെ വീഡിയോക്ക് കാരണം. ഇയാൾ സ്ഥിരമായിട്ട് കൊളസ്ട്രോൾ നോക്കുമ്പോഴും എപ്പോഴും അതെല്ലാം കംപ്ലീറ്റ്ലി നോർമലാണ്. പക്ഷേ 40 വയസ്സിനകത്ത് തന്നെ ഇയാൾക്ക് അറ്റാക്ക് സംഭവിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ കൊളസ്ട്രോളിന്റെ മറ്റു ചില ടെസ്റ്റുകൾ കൂടെ ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൊളസ്ട്രോളിൽ വളരെ അപകടകരമായ രീതിയിലുള്ള ചില ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സാധാരണ ചെയ്യുന്ന കൊളസ്ട്രോൾ ടെസ്റ്റുകളിൽ കണ്ടെത്താൻ ഒരിക്കലും സാധിക്കാത്ത അപകടകരമായ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ചീത്ത കൊളസ്ട്രോളും ഒരുപോലെയല്ല. കൊളസ്ട്രോൾ പാർട്ടിക്കിളിന്റെ സൈസ്, വലിപ്പം, അതുപോലെ അതിന്റെ സ്വഭാവം ഇതെല്ലാം പലപ്പോഴും വ്യത്യാസപ്പെട്ട് കിടക്കാറുണ്ട്. ഇത് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് അഡ്വാൻസ്ഡ് കൊളസ്ട്രോൾ ടെസ്റ്റുകൾ. ഇതിൽ പ്രധാനമായിട്ടും നോക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് ഏറ്റവും അപകടകരമായിട്ടുള്ള കൊളസ്ട്രോൾ, അതാണ് സ്മോൾ ഡെൻസ് LDL. LDL എന്നാൽ ചീത്ത കൊളസ്ട്രോൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ കൊളസ്ട്രോളിൽ തന്നെ ചെറുതായിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള കട്ടി കൂടിയ ചില കൊളസ്ട്രോളുകളുണ്ട്. ഇത് ഭയങ്കര അപകടമാണ്. ഇത് രക്തധമനികളിൽ തുളച്ചു കയറുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വ്യക്തിയെ വലിയൊരു ബലൂൺ കൊണ്ട് എറിയുകയാണെങ്കിൽ അയാൾക്കൊന്നും സംഭവിക്കില്ല. നേരെ മറിച്ച് തീരെ വലുപ്പമില്ലാത്തൊരു കുഞ്ഞു കല്ലുകൊണ്ട് അയാൾ എറിയുകയാണെങ്കിൽ അയാളുടെ തലക്ക് വരെ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് സ്മോൾ കൊളസ്ട്രോളുകൾ, കുഞ്ഞു കട്ടി കൂടിയ കൊളസ്ട്രോളുകൾ അപകടകാരികളാണ്. രണ്ടാമത്തേത് LDL പാർട്ടിക്കിൾ നമ്പേഴ്സ് ആണ്. എന്ന് വെച്ചാൽ അപകടകരമായ കൊളസ്ട്രോളുകളെ കൊണ്ട് നടക്കുന്ന പാർട്ടിക്കിളുകളുടെ എണ്ണം അത് വളരെ പ്രധാനമാണ്. ഹൈ പാർട്ടിക്കിൾ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിന് സാധ്യത തീർച്ചയായിട്ടും കൂടുതലാണ്. മൂന്നാമത്തേത് ഓക്സിഡൈസ്ഡ് LDL ആണ്. ഓക്സിഡൈസ്ഡ് LDL എന്ന് പറഞ്ഞാൽ വളരെയധികം നീർക്കെട്ടുണ്ടാക്കുന്ന കൊളസ്ട്രോൾ ആണ്. ഇത് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഫോം സെല്ലുകൾ വളരെയധികം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഓക്സിഡൈസ്ഡ് LDL ആണ് സാധാരണഗതിയിൽ അഥീറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഹാർട്ടിന്റെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു മൂലകാരണം. നാലാമത്തേത് റെമനന്റ് കൊളസ്ട്രോൾ പാർട്ടിക്കിൾസ് ആണ്. ഇതെന്താണ്? മുഴുവനായിട്ടും ദഹിപ്പിക്കപ്പെടാത്ത കൊളസ്ട്രോളുകൾ. ഇത് വളരെ സ്റ്റിക്കിയാണ്. രക്തധമനികൾക്കകത്ത് ഒട്ടിപ്പിടിച്ച് ബ്ലോക്കുകൾ ഉണ്ടാക്കും. സാധാരണ ടെസ്റ്റുകളിൽ ഇത് കാണപ്പെടാറില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ഒരേ കൊളസ്ട്രോൾ അളവുള്ള 2 വ്യക്തികളിൽ ഒരാൾക്ക് മാത്രം എന്തുകൊണ്ട് അറ്റാക്ക് സംഭവിച്ചു. ഇനി ആരൊക്കെയാണ് അഡ്വാൻസ്ഡ് കൊളസ്ട്രോൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്? ഒന്നാമത്തേത് ചെറുപ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന വ്യക്തികൾ. രണ്ടാമത്തേത് മെറ്റബോളിക് സിൻഡ്രോമും ഡയബറ്റീസും ഉള്ള വ്യക്തികളിൽ ചിലരെങ്കിലും ടെസ്റ്റ് ചെയ്തിരിക്കണം. മൂന്നാമത്തേതായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുള്ള വ്യക്തികൾ. നാലാമത്തേത് കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചിട്ടും കൊളസ്ട്രോൾ കുറയാത്ത വ്യക്തികൾ. പതിറ്റാണ്ടുകളായിട്ട് മുൻപേ കണ്ടുപിടിച്ച ടെസ്റ്റുകളാണ് ഇപ്പോഴും നമ്മളിൽ പലരും ചെയ്യുന്നത്. ആധുനിക കാലത്ത് പുതിയ ടെസ്റ്റുകളുടെ ആവശ്യം പലപ്പോഴും നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തേ മതിയാവും.